ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. സങ്കടത്തോടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന രാധമ്മയുടെ അടുത്തോട്ട് നമ്മുടെ വേണുവേട്ടൻ ചെന്നിട്ട് പറയുക, എന്താ രാധ ഇത്, എപ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന നീ തളർന്നു പോകത്തേ ഉള്ളൂ. മാനസികമായി തളർന്നാൽ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളില്ല. ഒരുമാതിരി നിരാശ ബാധിച്ചവരെ പോലെ നിൽക്കാതെ എൻ്റെ രാധമ്മേ, നീ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്ക്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധമ്മ പറയുക, ഈ സങ്കടത്തിൽ നിന്നും കരകയറാൻ എനിക്ക് ആവുമെന്ന് തോന്നുന്നില്ല വേണുവേട്ട. ഓരോന്നും ആലോചിക്കുമ്പോൾ ജീവിച്ചിരിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. അയ്യോ എൻ്റെ രാധമ്മേ, നീ അങ്ങനൊന്നും പറയല്ലേ. നിൻ്റെ ഇളയ മകൾ മാത്രമേ നിന്നെ തള്ളി പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളാരും നിന്നെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ രാധേ. ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ തന്നെയല്ലേ. വേണുവേട്ടൻ അറിയില്ലേ, ഈ നാട് മുഴുക്ക ഇപ്പോൾ എന്നെക്കുറിച്ചാണ് ചർച്ച, എന്നെക്കുറിച്ചാണ് സംസാരമല്ല. അതിന് നാട്ടുകാർക്ക് എന്താ രാധേ പറയാൻ പറ്റാത്തത്? അവരുടെയൊക്കെ വായി നമുക്ക് മൂടിക്കെട്ടാൻ പറ്റുമോ? അവരെന്തും പറഞ്ഞോട്ടെ, അതിന് നിനക്കെന്താ? അമ്മയെ തല്ലിയാലും അതിനും 2 വശമുണ്ട്. എന്നാലും വേണുവേട്ട, ആ രുക്മിണി നാട് നീളെ നടന്ന് എന്നെ നാറ്റിക്കുക, എരുതിയിലോട്ട് എണ്ണയൊഴിക്കുക. എൻ്റെ രാധേ, നീ എന്തിനാ അതോർത്ത് വിഷമിക്കുന്നത്? പലിശക്കാരി രുക്മിണി ആരാണെന്നും അവൾ എവിടം വരെ പോകുമെന്നും അതൊക്കെ നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് നീ അതങ്ങ് വിട്ടേരെ. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പഠിക്ക്. നമ്മുടെ കുഞ്ഞാ ഇല്ലാണ്ടായത്, അതിൻ്റെ അപ്പൂപ്പനും അമ്മമ്മയാ നമ്മൾ രണ്ടുപേരും. അതിനെ ഇല്ലാണ്ടാക്കിയത് സ്വന്തം മകള് നീയാണെന്ന് പറയുമ്പോൾ അത് നിനക്ക് സഹിക്കാൻ കഴിയില്ല. അതൊക്കെയാണ് രാധ ഈ ലോകം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാ, മനുഷ്യരങ്ങനെ ആയിപ്പോയി. നിന്നെ നാട്ടുകാരും മക്കളും എല്ലാവരും ബന്ധക്കാരും ഒക്കെ ഒന്നിച്ച് തള്ളിപ്പറഞ്ഞാലും എൻ്റെ രാധേ, നിന്നെ ഞാൻ തള്ളിപ്പറയില്ല. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. അതിൻ്റെ കാരണം നീ എൻ്റെ സ്വന്തമായതുകൊണ്ട് മാത്രമല്ല, എൻ്റെ രാധമ്മ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ പ്രിയയും ജയനും അങ്ങോട്ട് വരുവാണ്. ജയൻ പറയാ, എൻ്റെ പൊന്നു രാധമ്മേ, ആ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഇനിയും ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് നീറി ഉള്ള ആരോഗ്യം നശിപ്പിച്ച് കളയല്ലേ. തെറ്റിദ്ധാരണ കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെയാ പറയാൻ പറ്റാത്തത്, അതൊക്കെ പോകില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളരാതമ്മേ. ഉടനെ പ്രിയ പറയാ, എൻ്റെ അമ്മേ, ആ കാര്യമൊക്കെ അമ്മ അങ്ങ് മറന്നേരെ. വേണ്ടേ, നല്ലൊരു വിഷുവാ വരാൻ പോകുന്നത്. വിഷുവിന് വേണ്ട ചില സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് പോവാം. അമ്മ കൂടെ ഞങ്ങളോടൊപ്പം വാ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. രാധമ്മ അങ്ങനെ പറയുമ്പോൾ ജയൻ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട്, വാ രാധമ്മ. ഇല്ല മക്കളെ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല. എന്നാൽ ശരി രാധമ്മ, ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തോട്ട് പോവുകയാണ്. വാഴയ്ക്ക് കുറച്ച് തടവെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വേണുവെട്ടിനും അവിടെ നിന്ന് പോവുകയാണ്. രാധമ്മ വീണ്ടും അവിടെ കരഞ്ഞുകൊണ്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ഓർക്കുവാണ്. എനിക്ക് ശ്രീമോളെ ഒന്ന് പോയി കാണണം. അവൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ, എന്നാലും എനിക്ക് ഒന്നുകൂടെ അവളോട് കാര്യങ്ങൾ തുറന്നു പറയണം. ഈ സമയം രാജുവും ഋതുവും കൂടെ ഒരു ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. രാജു ചോദിക്കുന്നു, ഋതു നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ ഈ പോകുന്നത്? ഈ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എനിക്ക് പോകണം രാജു, എനിക്ക് ശ്രീലക്ഷ്മിയോട് സംസാരിക്കണം. കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് അവളെ ബോധ്യപ്പെടുത്തണം. ഋതു, ശ്രീലക്ഷ്മി ഇപ്പോഴേ അമ്മായിയമ്മ അവളെ അംഗീകരിച്ചു എന്ന് കരുതി അവളൊരു വേറെ ലോകത്താണ് കഴിയുന്നത്. ഋതു അല്ല മറ്റാരും വന്ന് പറഞ്ഞാൽ അവളിനി അത് കേൾക്കുമെന്നോ വിശ്വസിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല. രാജു, ഞാൻ രാജുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ശ്രീലക്ഷ്മി എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അവളെ പോയി കണ്ട് സംസാരിക്കണം. രാധമ്മ എത്രത്തോളം സങ്കടത്തോടാണ് കഴിയുന്നതെന്ന് രാജു കാണുന്നില്ലേ? അവരെല്ലാവരും ചേർന്ന് രാധമ്മയെ എത്രത്തോളം നാണം കെടുത്തി. ശ്രീലക്ഷ്മി രാധമ്മയെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റിയില്ലേ? അതുതന്നെയാ ഋതു ഞാൻ നിന്നോട് പറയുന്നത്. അത്രയ്ക്കും ക്രൂരത ചെയ്ത അവളെ എന്തു പറഞ്ഞ് മനസ്സിലാക്കുമെന്നാ? എന്നാലും അവരെ ബോധ്യപ്പെടുത്തേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് രാജു. ഇതിൻ്റെയൊക്കെ പിന്നിലെ ആ രുക്മിണിയാ. രുക്മിണിക്ക് അംബികയുടെ സപ്പോർട്ടുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇത് ഹരീഷ് കൂടെ മനസ്സിലാക്കണം രാജു. ഇതേ ഒരു കുടുംബ വഴക്കാ. പ്രശ്നങ്ങൾ ഇപ്പോഴേ പറഞ്ഞ് പരിഹരിച്ചില്ലെങ്കിലേ അത് പിന്നെ ജീവിതാവസാനം വരെ നീളും. ഈ സമയം ജയനാണെങ്കിൽ അംബികയുടെ പുറകിനെ നടന്നിങ്ങനെ നാണം കെട്ട് കെഞ്ചി ചോദിക്കുക, മേഡം മേഡം, ഞാൻ പറയുന്നത് ഒന്നും മനസ്സിലാക്കും മേഡം. ഞാൻ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു പോയി ഞാൻ അംബിക മേഡത്തിൻ്റെ PA ആണെന്ന്. ഇപ്പോൾ അങ്ങനെ അല്ലെന്ന് പറയാൻ എനിക്ക് പറ്റില്ല മേഡം. ഈ മന്ത്രി അംബിക വർമ്മയുടെ PA ആണെന്ന് പറയുന്നത് അതിൽ കൂടുതൽ അന്തസ് എനിക്ക് വേറെ ഒന്നുമില്ല മേഡം. മേഡം എന്നെ മാറ്റരുത് മേഡം, പ്ലീസ്. എനിക്ക് മേഡത്തിനോടൊപ്പം ജോലി ചെയ്യാൻ എന്ത് സന്തോഷമാണെന്നറിയാവോ? ഇങ്ങനെ സന്മനസ്സും സ്നേഹമുള്ള ഒരു മേഡത്തിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എൻ്റെ ഈ അംബിക മേഡം വെറും ഒരു മേഡമല്ല, ഒരു മാടപ്രാവാണ്. ആ കോമാളിയുടെ വാക്ക് കേട്ടിട്ട് അംബിക പറയുക, എന്നെ പുകഴ്ത്തുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ജയനൊരു കാര്യം ചെയ്യേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നെ അങ്ങ് പുകഴ്ത്തിക്കോ. ഓരോ പുകഴ്ത്തലിനും ഞാൻ 10 രൂപ വെച്ച് തരാം. അയ്യോ അതല്ല മേഡം, എന്നെ മേഡത്തിൻ്റെ PA സ്ഥാനത്തൊന്നും ഒഴിവാക്കരുത്. എടോ, അതിന് തന്നെ ആരൊഴിവാക്കി? തന്നെ ഒഴിവാക്കിയെന്ന് താനല്ലേ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്?
അയ്യോ അല്ല മേഡം, എൻ്റെ അളിയൻ രാജുവിനെ വർമ്മ സാറ് PA ആക്കിയെന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് പ്രതാപനല്ലല്ലോടോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഞാനല്ലേ. ഞാനേ രാജുവിനെ എൻ്റെ PA ആക്കിയിട്ടില്ല. എടോ ജയ, താൻ തന്നെയാ എൻ്റെ PA. അയ്യോ എൻ്റെ ഭഗവാനെ കൃഷ്ണ, എന്നെ രക്ഷിച്ചല്ലോ. എടോ രക്ഷിച്ചത് ഭഗവാൻ കൃഷ്ണനല്ല, ഞാനാ. ഇപ്പോഴേ എക്സാം കമ്മിറ്റി ഓഫീസേഴ്സ് വരും. അങ്ങനെ അംബിക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. അതിൽ നിന്ന് എക്സാം കമ്മിറ്റി മെമ്പേഴ്സാണെന്ന് തോന്നി ഇറങ്ങി അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ എന്നിങ്ങനെ അംബിക അവരോട് പറയുന്നുണ്ട്. ഇത്തവണത്തെ SSLC പരീക്ഷ അല്പം ഡിലേ ആയിപ്പോയി അല്ലേ. ഏപ്രിൽ 16 മുതൽ തുടങ്ങുന്ന എക്സാം വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം വേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു ദിവസം മുമ്പ് തന്നെ സീൽ ചെയ്ത് എന്നെ ബോധ്യപ്പെടുത്തണം. പിന്നെ പ്രിൻറ്റിംഗ് പ്രസ് മുതൽ എക്സാം സെൻറ്റർ വരെ എല്ലാ സ്ഥലത്തും സുരക്ഷ ഉറപ്പാക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും അംബിക അവരോട് പറയുന്നുണ്ട്. അതെല്ലാം അവർ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം രുക്മിണി വളരെയധികം നോട്ടുകെട്ടുകൾ ഇങ്ങനെ ടേബിളിൽ അടുക്കി വെച്ചിട്ട് എന്തൊക്കെ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രാധമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. രാധമ്മ വാതുക്കെ നിന്നുണ്ട്. ശ്രീലക്ഷ്മി, ശ്രീമോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. രുക്മിണി പറയുക, ആരെ ഈ മുറ്റത്ത് കടന്നിങ്ങനെ അലറുന്നത് എന്നും പറഞ്ഞ് രുക്മിണി കാണാനായിട്ട് ചെല്ലുമ്പോൾ ദാണ്ട നിൽക്കുന്ന രാധമ്മയെ കണ്ടെന്ന് രുക്മിണി ഇങ്ങനെ ആകെ ദേഷ്യത്തോടെ വന്നിട്ട് ചോദിക്കുക, ആഹാ നീയായിരുന്നോ, നിനക്ക് എന്താ വേണ്ടത്? അതെ, ശ്രീ എവിടെ ഇല്ലയോ? ആരാ? ഹരിശ്രീയോ? അയ്യോ ഹരിശ്രീ ഒന്നും അല്ല, ശ്രീ, എൻ്റെ മോൾ ശ്രീലക്ഷ്മി. ഓ ശ്രീലക്ഷ്മിയാണോ? അതെ, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. അതിന് അവരിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. ആ കുഞ്ഞാത്തോലെ ആര്യപുത്രനെയും കൂട്ടിയിട്ട് ആസ്പത്രിയിൽ പോയിരിക്കുക. കുഞ്ഞിന് മാത്രമാണോ എന്തെങ്കിലും സംഭവിച്ചത്? ഇനി വയറിന് വല്ലതും സംഭവിച്ചോ എന്ന് അറിയണ്ടേ? അതിന് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഇനി ഗർഭപാത്രം വരെ തവിടുപൊടിയായി പോയോന്നൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ? അത്രയ്ക്ക് വലിയ വിഷമല്ലേടി രാധമ്മേ നീ അവളെ കൊണ്ട് കഴിപ്പിച്ചത്? കരയാൻ മാത്രം അറിയാവുന്ന നമ്മുടെ രാധമ്മ കരഞ്ഞുകൊണ്ട് പറയുക, ദൈവദോഷം പറയല്ലേ രുക്മിണി, ഞാനങ്ങനെ ചെയ്യത്തതുമില്ല, ചെയ്യാൻ ഉദ്ദേശിക്കത്തതുമില്ല. ഞാൻ ആരോടും അങ്ങനെ ഒന്നും ചെയ്യില്ല. പിന്നെ ഞാൻ എൻ്റെ പൊന്നുമോളോട് അങ്ങനെ ചെയ്യുവോ? രുക്മിണിക്ക് എന്നെ എത്ര കാലമായിട്ടറിയാം. എനിക്കങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ രുക്മിണി? ആഹാ, നീ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യോടി രാധമ്മേ. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നീയേ വിഷം കലർത്തുന്നവളാ. നീ വിഷം കലർത്തി അവൾക്ക് കൊടുത്തു. അത് കേട്ടെന്ന് രാധമ്മയ്ക്ക് ദേഷ്യം വരിക. പിന്നെ നീ എന്തിനാടി എന്നെ കൊണ്ട് പലഹാരം ചെയ്യിപ്പിച്ചത്? നിനക്ക് തന്നെ അങ്ങ് വാങ്ങിച്ചാൽ പോരായിരുന്നോ? എടി, അതിനാടി നിന്നോട് ഞാൻ കടയിൽ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞത്. അത് വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നും പറഞ്ഞ് നീയല്ലേടി ഉണ്ടാക്കിയത്. അതിന് ഇമ്മാതിരി വിഷം കലർത്താനാണെന്ന് ഞാൻ അറിഞ്ഞോടി. ഒരു ദാക്ഷിണ്യമില്ലാതെ ഒരു മനുഷ്യ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് നിനക്ക് ഈ മുറ്റത്ത് കയറാനുള്ള യോഗ്യതയില്ലടി. ഇറങ്ങിപ്പോടി ഈ മുറ്റത്തൊന്ന്. എന്തൊക്കെ കൊലച്ചതിയാ രുക്മിണി നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ പൊന്നുമോളുടെ കുഞ്ഞാ അത്. അതേടി രാധേ, നീ നൊന്ത് പ്രസവിച്ചതും ഞാൻ നോവാതെ പ്രസവിച്ചതും എനിക്ക് ഉണ്ടായിരുന്നടി ഒരു മോള്. നിനക്കറിയില്ലേ എൻ്റെ മോള് രമ്യെ? അവൾക്ക് ജോലി കിട്ടി പോയത് നിന്റെ മഹാഭാഗ്യം. ചങ്ക് തകർന്ന എൻ്റെ മോള് ജീവിക്കുന്നത്. എൻ്റെ മോളുടെ ജീവിതമേ നിന്റെ മകൻ തകർത്തു. ആ മന്ത്രിയായവൻ്റെ മോളെയും കൊണ്ട് നിന്റെ മോനെ നിന്റെ മുറ്റത്ത് കയറി വന്നപ്പോഴേ അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ, ഇങ്ങനെ ഒരു ദിവസം വരുമെന്നും അന്ന് നിന്നെ ഈ വീട്ടുമുറ്റത്തിട്ട് നായി മോങ്ങുന്ന പോലെ മോങ്ങിപ്പിക്കുമെന്ന്. അതുവരെ കരഞ്ഞോണ്ട് നിന്ന രാധമ്മയല്ല, രാധമ്മ ദേഷ്യം കൊണ്ട് തിളയ്ക്കുവാണ്. എന്ന് വെച്ചാൽ എൻ്റെ മോടെ കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കിയത് നീയാണെന്ന് അല്ലേ? അതേടി രാധേ, നിനക്കെന്താ സംശയമുണ്ടോ? എൻ്റെ മോളുടെ ജീവിതം തകർത്ത നിന്റെ കുടുംബം ഞാൻ കുളം തോണ്ടുപടി. ഇനി അടുത്തതായിട്ട് ചാകാൻ പോകുന്നത് നിന്റെ മകളായിരിക്കുമടി. രുക്മിണി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് തീരുകയും എടീന്നും പറഞ്ഞ് അലറിക്കൊണ്ട് സകല ശക്തിയെടുത്ത് രാധമ്മ രുക്മിണിയുടെ കാരണത്തൊരൊറ്റടി. അപ്പോൾ ഞങ്ങളുടെ പിഞ്ച് കുഞ്ഞിനെ കൊന്നത് നീയാണല്ലേടി? എന്നിട്ട് വീണ്ടും ഒരൊറ്റടി രുക്മിണിയുടെ ചെള്ളയ്ക്ക്. സാധുവിനെ പോലെ ഇരുന്ന രാധമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് രുക്മിണി വിചാരിച്ചില്ല. രുക്മിണിയുടെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറന്ന പോലെ രുക്മിണി ഇങ്ങനെ കൗളും തടയിക്കൊണ്ട് നിൽക്കുമ്പോൾ രാധമ്മ രുക്മിണിയോട് കൊല്ലുപൊടി നിന്നെ ഞാനെന്നും പറഞ്ഞ് രുക്മിണിയുടെ കഴുത്ത് പിടിച്ചിങ്ങനെ ജരിക്കുവാണ്. നീ ഇനി ജീവിക്കണ്ടാടി, നീ ചാകേണ്ടവളാടി, നീ എൻ്റെ കുഞ്ഞിനെ കൊന്നില്ലേടി എന്നൊക്കെ പറഞ്ഞൊരു പ്രാന്തിയെ പോലെ രാധമ്മ രുക്മിണിയുടെ കഴുത്ത് പിടിച്ചിങ്ങനെ ഞെരിക്കുവാണ്. അയ്യോ അയ്യോ എന്ന് രുക്മിണി നിലവിളിക്കുന്നുണ്ട്. നീ ഇനി ജീവിക്കണ്ടാടി, ജീവിക്കണ്ട. അപ്പോഴേക്കും ഒരു ബൈക്കിൽ ഹരീഷും ശ്രീലക്ഷ്മിയും അങ്ങോട്ട് വരുന്നുണ്ട്. അവരിത് കണ്ടോണ്ട് അയ്യോ അമ്മയെന്നും പറഞ്ഞ് ഓടി വരുവാണ് ഹരീഷ്. എൻ്റെ അമ്മയെ നിങ്ങൾ കൊല്ലാൻ നോക്കുന്ന വിടെന്നും പറഞ്ഞ് ഹരീഷ് കടന്ന് പിടിക്കുവാണ്. അതുപോലെ ശ്രീലക്ഷ്മി രാധമ്മയിട്ട് പിടിക്കുന്നുണ്ട്. നീ ഇനി ജീവിക്കണ്ടാടി, നിന്നെ ഞാൻ കൊല്ലുവടി എന്നൊക്കെ രാധമ്മ വിളിച്ച് കൂവുകയാണ്. ആ സമയത്ത് രാജുവും ഹൃദയം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ അമ്മായിയമ്മയെ കൊല്ലാൻ വന്നോ, മാറുതള്ളേ നിങ്ങൾ അങ്ങോട്ട് എന്നും പറഞ്ഞ ശ്രീലക്ഷ്മി പെറ്റതള്ളെ രാധയെ പിടിച്ചൊരു ഒറ്റ തള്ള്. രാധമ്മ പൊത്തോ നടപ്പോയി അങ്ങ് വീഴുവാണ്.
അയ്യോ എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് രാജു ഓടി വരുന്നുണ്ട്. പുറകെ ഋതിക രാധമ്മേ എന്നും പറഞ്ഞ് ഋതിയെ അലറിക്കരഞ്ഞുകൊണ്ട് ഓടി വരിക. കൈമുറിഞ്ഞ് ചോരയൊലിച്ചുകൊണ്ട് നിൽക്കുന്ന രാധമ്മയെ നോക്കി ശ്രീലക്ഷ്മി പറയാം, എഴുന്നേറ്റ് പൊയ്ക്കോണം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുനിന്ന്. രാധമ്മയുടെ കൈമുറിഞ്ഞ് ചോര ഒഴുകുന്നത് കണ്ടുകൊണ്ട് രാജുവിന് സഹിച്ചില്ല. രാജു ദേഷ്യത്തോടെ അങ്ങോട്ട് ചെന്നിട്ട്, നീ എൻ്റെ അമ്മയെ തള്ളിയിടുവല്ലേടി എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മിയുടെ ചെവുക്കുറ്റിക്ക് കൊടുത്തൊരൊറ്റടി. അഹങ്കാരിയായ ശ്രീലക്ഷ്മി പറയുക, തള്ളിയിടുക മാത്രമല്ല, ഈ മുറ്റത്ത് വന്ന് അഹങ്കാരം കാണിച്ചാലേ ചെവുക്കുറ്റി അടിച്ച് പറിക്കുകയും ചെയ്യും ഞാൻ. നീ എന്താടി പറഞ്ഞത് എന്നും പറഞ്ഞ് വീണ്ടും അടിക്കാനൊരുങ്ങുമ്പോൾ ഹരീഷ് ഡാ എന്നും പറഞ്ഞ് രാജുവിൻ്റെ കൈ കയറി പിടിക്കുക. ഒരടി കൊടുത്തത് ഞാൻ ക്ഷമിച്ച്, അത് അവൾ നിൻ്റെ പെങ്ങളായതുകൊണ്ട്. ഇനി നീ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് തൊടാൻ വന്നാൽ തൊട്ടാൽ നീ എന്ത് ചെയ്യുവടാ, തൊട്ട് നോക്കടാ, കളി മാറുവടാ എന്നും പറഞ്ഞ് രാജുവിനെ പിടിച്ചൊരൊറ്റ തെള്ളു തള്ളുന്നുണ്ട് ഹരീഷ്. എന്നിട്ട് അഹങ്കാരത്തോടെ ആ ഹരീഷ് പറയാ, മുറ്റത്ത് കയറി വന്ന് ഓലിയിടുന്ന ചാവാലി നായ്ക്കളുടെ സ്ഥാനത്ത് പോലും നിന്നെയും നിൻ്റെ വീട്ടുകാരെയും ഞാൻ കാണുന്നില്ലടാ. എടാ, നിന്റെ തള്ളയ്ക്ക് ഭ്രാന്താണെങ്കിലേ പിടിച്ചോണ്ട് പോയി ചങ്ങലക്കിടടാ. അല്ലാതെ ഇനിയെങ്ങാണ് എൻ്റെ മുറ്റത്ത് കയറി വന്ന് മര്യാദകേട് കാണിച്ചാൽ നിന്റെ തള്ളയുടെ 2 കാല് ഞാൻ വെട്ടിയരിഞ്ഞ് കളയും. എടാന്നും പറഞ്ഞ് അലറിക്കൊണ്ട് ദാണ്ട നമ്മുടെ വേണുവേട്ടൻ വരുന്നു. എടാ, നീ ചുണയുള്ള ആൺകുട്ടിയാണെങ്കിൽ എൻ്റെ കുടുംബത്തിലെ 4 പേരും ദാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നിനക്കെന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ നീ ഒന്ന് ചെയ്യടാ. വാടാ, വരുന്നില്ലേടാ, നിന്റെ മുട്ട് കൂട്ടിയിടിക്കടാ. നെറികെട്ട രുക്മിണിയുടെയും നട്ടല്ലില്ലാത്ത ഗോപിപ്പിള്ളയുടെയും മകനാടാ നീ. കാലക്കേടിന് നീ എൻ്റെ മരുമകനായിപ്പോയി. അതുകൊണ്ട് മാത്രം ഞാൻ ഈ കേസ് വിടുവാടാ. എന്നിട്ട് രാധമ്മയുടെ കയ്യിലോട്ട് നോക്കിയിട്ട്, ഇതെന്തു പറ്റി, എന്തു പറ്റിയടി എന്നും പറഞ്ഞു ഒരലർച്ചയാണ് വേണുകേട്ടൻ. എടി, നീ നിലത്ത് വീണോ? രാധമ്മയോ രാജുവോ ഋതികയോ ഒന്നും മിണ്ടുന്നില്ല. എടി, നിന്നോടാ ചോദിച്ച, നീ നിലത്തെങ്ങാണം വീണോന്ന്? ഹരീഷിൻ്റെ നേരെ ദേഷ്യത്തോടെ ചെന്ന് ചോദിക്കുന്നു. പറയടാ, ആരാടാ എൻ്റെ രാധമ്മയെ തള്ളി താഴെയിട്ടത്? പറയടാ എന്നും പറഞ്ഞ് അലറിക്കൊണ്ട് ഹരീഷിനെ നെഞ്ചത്തിങ്ങനെ പിടിച്ച് വലിക്കുവാണ്. വേണുവേട്ടാ, വേണ്ട വേണ്ടാന്നിങ്ങനെ രാധമ്മയെ വിളിച്ച് പറയുക. ഉടനെ ശ്രീലക്ഷ്മി വേണുവേട്ടൻ്റെ കയ്യെ പിടിച്ചിട്ട്, പിടിവിട്, ഞാനാ ഈ നാശത്തിനെ തള്ളി താഴെയിട്ടത്. എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ അമ്മായിയമ്മയുടെ നേരെ കൊലവിളി നടത്തിയാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശ്രീലക്ഷ്മി പറഞ്ഞ വാക്കുകൾ വേണുവേട്ടന് സഹിക്കാൻ പറ്റിയില്ല. കരഞ്ഞുകൊണ്ട് പറയുക, നിന്റെ അച്ഛനാടി ഞാൻ. മനസ്സറിഞ്ഞൊരു പിതാവ് ശപിച്ചാൽ നീയും നിന്റെ മക്കളും 3 തലമുറ അനുഭവിക്കും. പക്ഷേ അച്ഛനും അമ്മയ്ക്കും മക്കളെ ശപിക്കാൻ പറ്റില്ലല്ലോ. ശപിച്ചാലും പിന്നെ നീറുന്നത് ഞങ്ങൾ തന്നെയല്ലേ. പക്ഷേ ഇവിടെ വെച്ച് നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. നീ ഇന്നു മുതൽ നീ ഞങ്ങളുടെ മകളല്ല. ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള ഒരു പാവം പിതാവിൻ്റെ വാക്കുകളാണത്. ഇതെല്ലാം കണ്ട് രുക്മിണി ഇങ്ങനെ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുക. ഇത്രയൊക്കെ ആയിട്ടും അതേ അഹങ്കാരഭാവത്തോടെ തന്നെ ശ്രീലക്ഷ്മി നിൽക്കുക. അച്ഛൻ്റെയോ അമ്മയുടെയോ കണ്ണുനീരോ അവരുടെ വാക്കോ ഒന്നും ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ കാതിലോട്ട് വീടില്ല. കൊലപാതകിയും ദുഷ്ടയായ രുക്മിണി മരുമകളായിട്ട് തന്നെ സ്വീകരിച്ചല്ലോ എന്നുള്ള ആ അഹങ്കാരത്തിലും അഹംഭാവത്തിലും ശ്രീലക്ഷ്മി ഇങ്ങനെ നിൽക്കുവാണ്. കരഞ്ഞോണ്ട് നിൽക്കുന്ന രാധമ്മയോട് വേണുവേട്ടൻ പറയുന്നു, എടി, ഇനി നീ ഇവളെക്കുറിച്ച് ഓർമ്മിക്കാനോ വിഷമിക്കാനോ ഇങ്ങോട്ട് വരാനോ പാടില്ല. ഇനി അഥവാ മകളോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് നീ ഇവിടെ വന്നുവെന്ന് ഞാൻ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. രാധമ്മയും രാജുവും ഋതിയും അത് കേട്ട് ഞെട്ടുവാണ്. പക്ഷെ ശ്രീലക്ഷ്മിക്കോ മറ്റുള്ളവർക്ക് ഒരു കുലുക്കവും ഇല്ല. വേണുവേട്ടൻ ഋതിയെ വിളിച്ചുകൊണ്ട് വന്ന് ശ്രീലക്ഷ്മിയുടെ മുന്നിൽ നിർത്തിയിട്ട് പറയാ, എടി, നീ ഈ കുഞ്ഞിനെ കണ്ടോ? കൊട്ടാരം പോലത്തെ വീട്ടിൽ രാജകുമാരിയെ പോലെ ജീവിക്കേണ്ട ഈ കുഞ്ഞ് ഇവനൊരു പാവപ്പെട്ടവനാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവനോടൊപ്പം ഇറങ്ങി വന്നതാ. മരുമകളായ ഈ കുട്ടി ഞങ്ങൾക്ക് വേണ്ടി മരിക്കും, പക്ഷെ മകളായ നീ ഞങ്ങളെ കൊല്ലും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹരീഷേട്ടൻ്റെ അമ്മയും എനിക്ക് മതിയെന്നുള്ള ഭാവത്തിൽ അഹങ്കാരത്തോടെ നിൽക്കുന്ന ശ്രീലക്ഷ്മിയുടെ അടുത്തോണ്ട് വീണ്ടും കരഞ്ഞോണ്ട് രാധമ്മ ചെന്ന് കയ്യെ പിടിക്കുമ്പോൾ അവൾ കൈ തട്ട് മാറ്റുക. മോളെ, ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതല്ല. എന്നാലും ഞാൻ നിന്നോട് പറയുക, ഈ നിൽക്കുന്ന സ്ത്രീ ആ രുക്മിണി നിന്നെ കൊല്ലുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മോളെ, നീ സൂക്ഷിച്ചോണേ. ദാണ്ട ഇവളാണ് നിന്റെ കുഞ്ഞിന് വിഷം കൊടുത്ത് കൊന്നത്. ഇങ്ങനെ രുക്മിണിയെ കാണിച്ചുകൊണ്ട് രാധമ്മ പറയുന്നെങ്കിലും ഹരീഷോ ശ്രീലക്ഷ്മിയോ അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അമ്മ വാ, ഇവർക്കേ അനുഭവം വരുമ്പോൾ ഇവർ പഠിച്ചോളും എന്നും പറഞ്ഞ് രാജു രാധമ്മയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. പോകുന്ന കൂട്ടത്തിൽ രാജു തിരിച്ചു വന്നിട്ട് രുക്മിണിയോട് പറയുന്നു, ആ അംബികയും നിങ്ങളും ചേർന്ന് എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇവളിപ്പോൾ ശത്രുപക്ഷത്താണെങ്കിലും ഇവളും എൻ്റെ ചോരയാ. ഇവളെ തൊട്ടാൽ തള്ളേ, നിങ്ങളെ ഞാൻ കത്തിച്ച് കടലിൽ തള്ളും ഞാൻ. നിങ്ങളത് മറക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രാജു അവിടുന്ന് പോവുകയാണ്. രുക്മിണി എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ അംബികയെ ഫോൺ ചെയ്ത് പറയുക.
എന്തിനാ നായികളെ ആ മുറ്റത്ത് കയറ്റിയത്? അവിടെ ചോദിക്കാനും പറയാനും വേറെ ആളുകളില്ലായിരുന്നു. എന്ത് ചെയ്യാനാ അംബികെ? ആണായിട്ട് എൻ്റെ മകൻ ഒരുത്തനല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്നേ രുക്മിണിയോട് പറഞ്ഞതാ അതുങ്ങളെ അവിടെ താമസിപ്പിക്കരുത്, ഇറക്കി വിടന്ന്. അതിന് ഞാൻ ശ്രമിച്ചതല്ലേ അംബികെ? അപ്പോൾ ആ മന്ത്രിയുടെ മോള് CAയും വിളിച്ചുകൊണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അംബികയ്ക്ക് അറിയില്ലേ? ഇനിയിപ്പോൾ ഉടനെ അവിടെ നിന്ന് ഇറക്കി വിടാനും പറ്റില്ല. 11 മാസത്തേക്കുള്ള അഗ്രിമെൻ്റ് അല്ലേ എഴുതിയിരിക്കുന്നത്. അതൊന്നും കാര്യമാക്കണ്ട രുക്മിണി. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. രുക്മിണി അവരെ ഇറക്കി വിടണ്ട. രുക്മിണി അതിന് പകരം ആ വീടങ്ങ് വിൽക്കാൻ നോക്ക്. അപ്പോഴവർക്ക് ഇറങ്ങി കൊടുത്തല്ലേ പറ്റൂ. അയ്യോ അംബിക, ഇപ്പം പറയത്തക്ക വിലയൊന്നുമില്ല വസ്തുവിന്. അതൊന്നും രുക്മിണി ഇപ്പം നോക്കണ്ട. രുക്മിണി കിട്ടുന്ന വിലയ്ക്ക് ആ വീടും സ്ഥലവും വിൽക്കാൻ നോക്ക്. എന്നാൽ ശരി അംബിക, ഞാൻ ഇപ്പം തന്നെ ബ്രോക്കറെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ. ഇത് അംബിക ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൂടെ ജയൻ അടുത്തുണ്ടായിരുന്നു. ജയൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ജയൻ ചോദിക്കുക, അയ്യോ മേഡം, ഞാനും ആ വീട്ടിലല്ലേ താമസിക്കുന്നത്, അപ്പം ഞാൻ പിന്നെ എങ്ങോട്ട് പോകും? അതിന് ജയൻ വിഷമിക്കേണ്ടടോ, ഇയാൾക്ക് താമസിക്കാൻ ഞാൻ വാടകയ്ക്കൊരു വീടെടുത്ത് തന്നാൽ പോരെ? അതിൻ്റെ വാടകയും ഞാൻ കൊടുത്തോളാം, എന്താ പോരെ? അത് കേട്ട് ജയൻ വളരെ സന്തോഷത്തോടെ നിൽക്കുക. അയ്യോ അത് മതി മേഡം, മേഡം ഒരു തങ്കമാണ് എന്നൊക്കെ പറഞ്ഞ് പതിവ് പോലെ ജയൻ അങ്ങനെ പുകഴ്ത്തിപ്പാടുവാണ് അംബികയെ. അപ്പോൾ ഫ്രണ്ട്സ്, അംബിക ആരാണെന്നുള്ളത് ശരിക്കും ജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ജയനിന് നല്ല ബുദ്ധി തോന്നി. അംബിക പറയുന്ന കാര്യങ്ങളൊക്കെ പോയി ശ്രീലക്ഷ്മിയോടും ഹരീഷിനോടും പറയുമോ? പറഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ജയൻ്റെ കുടുംബം നശിച്ചും പോകും. എന്തായാലും നൊന്തുപെറ്റ അമ്മയുടെയും ജനിപ്പിച്ച അച്ഛൻ്റെയും ഹൃദയം നോവിച്ച ആ മകളോട് അവർ പൊറുത്താലും ദൈവം ക്ഷമിക്കില്ല എന്നുള്ള വിശ്വാസത്തോടെയും യഥാർത്ഥ സത്യം എന്താണെന്ന് ദൈവം കാണിച്ചു കൊടുക്കും. അതിനുശേഷം എന്തായിരിക്കും രുക്മിണിയുടെ അവസ്ഥയെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.